എളുപ്പത്തിൽ നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കുക്കറിലിട്ട് വേവിക്കും. ഒപ്പം നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി അതിൽ മുറിച്ച് വേവിക്കാൻ വയ്ക്കുക. രണ്ടും ഒപ്പം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ച ചിക്കൻ ഇങ്ങനെ പൊടിച്ചെടുക്കുക. പിന്നെ അതിന് വേണ്ടത് സവോള ചെറുതായി അരിഞ്ഞത്, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഞാൻ എടുത്തിട്ടില്ല, എടുക്കാൻ പോകണുള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്ര ഐറ്റംസാണ് വേണ്ടത് കേട്ടോ. വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉരുളിയാണ്. ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതിന് 2 കഷ്ണം ബ്രെഡ് പൊടിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ഇടാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ഇടാം. നമ്മൾ അരിഞ്ഞ എല്ലാ ഐറ്റംസും വെളിച്ചെണ്ണയ്ക്ക് ഇട്ടു നന്നായിട്ട് ഒരുവിധം വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന ഐറ്റംസൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്തരം പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് മൂപ്പിക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച് ചിക്കൻ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ്റെ കൂടെ വേവിച്ച ആ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഉടച്ച് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്ത് മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ കാണാട്ടോ, ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാനിത് നന്നായി കുഴച്ച് ഉരുളക്കിഴങ്ങിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ചൂടാറാൻ വെച്ചേക്കണ്ട ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ 5 കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി വറുത്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല മുരുമുരാന്നുള്ള കട്ട്ലേറ്റ് നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ഈ ചിക്കൻ കട്ട്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും കാണാം.